ഹായ് ഹലോ ഡിയേഴ്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അർച്ചന എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്നുണ്ട്. പീഡനത്തിനിരയായതും രാജീവിനെ അവരെല്ലാവരും കൂടെ ചേർന്ന് അവിടെ നിന്ന് തള്ളി മാറ്റിയതും എല്ലാം പറയുന്നുണ്ട്. വീണ്ടും ഗീത ചോദിക്കുന്നുണ്ട്, എൻ്റെ ഏട്ടൻ എന്താ പറ്റിയെന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് അറിയണം, എനിക്കല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെയുള്ള രീതിയിൽ ആ ആശുപത്രി കിടക്കയിൽ നിന്ന് എന്നെ മുറവിളി കൂട്ടുന്നുണ്ട്. അർച്ചന പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അന്വേഷിക്കാം, പേടിക്കാതിരിക്കും, ഞാനുണ്ട് കൂടെ, ഞാനൊരു വക്കീലാണ്, ഞാൻ അന്വേഷിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അച്ചുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് അച്ചു ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഇതെന്തായാലും കുറച്ച് സീരിയസ് ആണ് കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ CI വരുന്നുണ്ട്. എന്തായി, അവളുടെ കയ്യിൽ നിന്ന് വല്ല മൊഴിയും കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എങ്കിൽ ഞാനൊന്ന് പോയി ആ പെണ്ണിനെ ഒന്ന് കാണട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അച്ചു ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇവരെന്താ എത്രയ്ക്ക് ദേഷ്യത്തിൽ എന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് കുറച്ച് ഈഗോൻ്റെ പ്രശ്നമുണ്ട് മോനെ, അത് നമ്മൾ കാര്യമാക്കണ്ട, അവരുടെ സ്വഭാവം അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നീട് ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ചിന്നു അർച്ചനയെ വിളിക്കുന്നത്. അമ്മേ, ഞാൻ ഒരു കാര്യം ചോദിക്കാനായിട്ട് വിളിച്ചത്, അമ്മ ഇപ്പോൾ വരുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല മോളെ, ഞാൻ പറഞ്ഞില്ലേ ആ കേസിൻ്റെ കാര്യം, അതിന് എനിക്കിപ്പോൾ വരാൻ പറ്റില്ല, കുറച്ച് ബിസിയാണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ അമ്മ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഇന്ന് അമ്പലത്തിലേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്പലത്തിലേക്ക് എന്താ ഇപ്പോൾ, ആരുടെ കൂടെ പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം മഞ്ജു അമ്മായി പോകുന്നുണ്ട്, അതുകൊണ്ട് എന്നെയും കൂടെ വിളിക്കുകയാണ് പോകാനായിട്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ നീ മഞ്ജുവിനോട് ഫോൺ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് മഞ്ജു പറയുന്നത്, വേണ്ട മോളെ, എൻ്റെ കയ്യിൽ തരണ്ട, ഞാൻ എന്ത് പറയാനോ, നീ തന്നെ പറയുന്നൊക്കെ പറയുന്നുണ്ട്. അമ്മായി പറയേ, എന്നാലേ കേൾക്കുള്ളൂ അമ്മ എന്ന് പറയുന്നുണ്ട്. അതിന് മഞ്ജു ഫോൺ വാങ്ങുന്നുണ്ട്. മഞ്ജു എന്താ ഇന്ന് അമ്പലത്തിൽ വല്ല വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. വിശേഷമൊന്നുമില്ല, അവൾക്ക് പേടിയൊക്കെ തട്ടിയതല്ലേ, അപ്പോൾ ക്ഷേത്രത്തിൽ പോയി ഒന്ന് മന്ത്രിച്ച് കെട്ടാമെന്ന് കരുതി എന്ന് പറയുന്നുണ്ട്. എങ്കിൽ ശരി, നല്ല ശീലം, എന്താ അവളെ കൊണ്ടുപോയിക്കൊള്ളൂട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അർച്ചനയുടെ സമ്മതം കിട്ടിയതുകൊണ്ട് മഞ്ജുവിന് ഒരുപാട് സന്തോഷമുണ്ട്, അതുപോലെ തന്നെ ചിന്നുവിനും. ആ സമയത്താണ് അർച്ചന ആലോചിക്കുന്നുണ്ട്, ഇന്നലെ ആ ഫോട്ടോ എടുത്തില്ലേ, ആ രാജീവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യണം. ആ സമയത്ത് ആ ഫോണിൽ ആ ഫോട്ടോ എടുത്തത് ആ ID കാർഡിൻ്റേത് ഡീറ്റെയിൽസ് നോക്കുന്നുണ്ട്. അങ്ങനെ രാജീവിൻ്റെ വീട്ടിലേക്ക് അർച്ചന എത്തിപ്പെടുന്നുണ്ട്. അവിടെ രാജീവിൻ്റെ അമ്മയാണ് വന്ന് കഥ തുറക്കുന്നത്. എന്താ കാര്യം, നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ അഡ്വക്കേറ്റാണ്, നിങ്ങളെന്തായാലും ഭയങ്കര വിഷമത്തിലായിരിക്കുമെന്ന് അറിയാം, ഗീതുവിൻ്റെ കാര്യം അറിയാതെ അവൾ സുരക്ഷിതമായി ഉണ്ട്, അവൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, അവൾ ആശുപത്രിയിലുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഒട്ടും വകവെക്കാതെ ആ അമ്മ നിൽക്കുന്നത് കണ്ട് അർച്ചനയ്ക്ക് എന്തോ പോലെ ആവുന്നുണ്ട്. അപ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, രാജീവ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് രാജീവ് പുറത്തേക്ക് വരുന്നുണ്ട്. രാജീവ്, നീ ഭയങ്കര സങ്കടത്തിലായിരിക്കുമെന്ന് എനിക്കറിയാം, ഗീതുവിന് ഒരു കുഴപ്പമില്ല, ഗീതു തന്നെ കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്, ഒന്ന് കൂടെ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഒട്ടും മൈൻഡാക്കാതെ തന്നെ രാജീവ് നിൽക്കുന്നത്, എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ, അവൾ നിങ്ങളെപ്പറ്റി ഒരുപാട് ആശങ്കപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊന്നും എനിക്ക് വലിയ കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് രാജീവിൻ്റെ അമ്മ പറയുന്നുണ്ട്, അവൾക്ക് അങ്ങനെ തന്നെ കിട്ടണം, അവൾക്ക് കുറച്ച് പിടിവാശി കൂടുതലാണ്, ഞാൻ അന്നും പറഞ്ഞതാണ് സിനിമയ്ക്ക് പോവല്ലെന്ന്, അവൾ എന്നെ തോൽപ്പിക്കാനായിട്ട് ഇവനെയും കൂട്ടി സിനിമയ്ക്ക് പോയത്, അവളെ അഡ്വക്കേറ്റ് വിചാരിക്കുന്ന പോലെ സാധാരണക്കാരൊന്നുമല്ല, ഭയങ്കര കർക്കശക്കാരിയാണ്, അവളെ നിങ്ങൾ വിശ്വസിക്കുകയൊന്നും വേണ്ട, അവൾ പറയുന്നത് കേട്ടെന്നൊക്കെ പറഞ്ഞു. നിങ്ങളെന്താ ആ കുട്ടി അവിടെ വയ്യാതെ കിടക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്, രാജീവ് നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വരില്ല, എനിക്ക് ഇനി അവളെ വേണ്ട, വല്ലവരും പിച്ചു ചിന്തി അവളെ എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് അർച്ചനയ്ക്ക് ഒരുപാട് ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. എന്താ താൻ ഇങ്ങനെ പറയുന്നത്, തൻ്റെ ഭാര്യയല്ലെന്നൊക്കെ പറഞ്ഞിട്ട്, ഭാര്യ ആയിരുന്നു, ഇനി എനിക്ക് അവളെ വേണ്ട, ഞാനിനി അവളുടെ കാര്യം അന്വേഷിക്കാനായിട്ടും വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊന്നും അവളെ കൈയൊഴിയാൻ പറ്റില്ല, നിങ്ങൾ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും, ഞാൻ നിങ്ങളെ കോടതി കയറ്റും, ഇതിനുള്ള തക്കതായിട്ടുള്ള ശിക്ഷ ഞാൻ നൽകിയിരിക്കും, അതിന് ആ കുട്ടി പീഡനത്തിന് ഇരയായെന്ന് വെച്ച് ആ കുട്ടി അല്ലല്ലോ അതിന് ഉത്തരവാദി, ഇങ്ങനെ ഒരു സാഹചര്യം വന്നു പോയത് കൊണ്ടല്ലേ, ഈ സാഹചര്യത്തിൽ അവളുടെ കൂടെയല്ലേ നിങ്ങൾ നിൽക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ ഇതൊന്നും ഏറ്റെടുക്കാനും ഇതിനു വേണ്ടി പിന്നിൽ നടക്കാനൊന്നും ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങളെ വിട്ടേക്കുക എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഒരു വെല്ലുവിളിയോടുകൂടി തന്നെ നമ്മുടെ അർച്ചന പറയുന്നുണ്ട്, നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾക്ക് സാധിക്കില്ല, ഞാൻ നിങ്ങളെ കളി പഠിപ്പിക്കും എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ നിന്ന് വെല്ലുവിളിച്ച് വരുന്നുണ്ട് അർച്ചന. അതിനുശേഷം അമ്പലത്തിൽ വെച്ച് ചന്ദ്രയെ കാണിക്കുന്നുണ്ട്. ചന്ദ്രയ്ക്ക് ചിന്നുവിനെയും മഞ്ജുനെയും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ചിന്നും യാദൃച്ഛികമായി കാണുന്ന പോലെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. നിങ്ങളിവിടെ എന്താ അമ്പലത്തിൽ,
ഞാൻ മനസ്സിൽ കരുതിയേ ഉള്ളൂ ചിന്നു കൂടെ വന്നാൽ മതിയായിരുന്നു എന്ന്. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറയുന്നുണ്ട്. അതെ, ചെറിയമ്മ എന്താ ഇവിടെ? ചെറിയമ്മയും എത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത്. ഞാൻ മോൾക്ക് വേണ്ടി തൊഴാനായിട്ട് വന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം നമ്മുടെ മഞ്ജുവിനോട് കണ്ണും കൈയൊക്കെ കാണിക്കുന്നുണ്ട് ചന്ദ്ര. മഞ്ജു അവിടെ നിന്ന് മെല്ലെ പോകുന്നുണ്ട്. ഞാൻ തൊഴുതിട്ട് വരാം മോളെ, നിങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ചിറ്റുവിനോട് ചന്ദ്ര കാര്യങ്ങൾ പറയുന്നുണ്ട്. മോളുടെ അച്ഛൻ കാണാൻ വന്നിട്ട് നിൻ്റെ അമ്മ ഒരു നോക്ക് കാണാൻ പോലും സമ്മതിച്ചില്ല. അതിന് വിജയ്ക്ക് നല്ല സങ്കടമുണ്ട്. മോളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അറിയാൻ പറ്റാതെ. മോളെ ഒന്ന് വിജയനെ വിളിച്ചൊന്ന് സംസാരിക്കും, ഞാൻ വീഡിയോ കോൾ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞത്. അതിനെന്താ, ഞാൻ സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്ര വിജയനെ വീഡിയോ കോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിന്നുവിനെ കണ്ട് ഒരുപാട് സന്തോഷം. ചിന്നു നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കണ്ടേ. ഞാൻ അമ്പലത്തിൽ തൊഴാൻ വന്നതാണ് അച്ഛാ. അപ്പോൾ ചെറിയമ്മയെ കണ്ടു പറയുന്നുണ്ട്. മോളെ, എനിക്ക് നിന്നെ അന്ന് കാണാൻ പറ്റിയതിൽ നല്ലോണം വിഷമമുണ്ട്. എന്തായാലും മോൾ എങ്ങനെയൊന്ന് കാണാനും സംസാരിക്കാനും പറ്റുമല്ലോ, എനിക്ക് സന്തോഷമായി, സമാധാനമായി എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനെ കണ്ടതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ചന്ദ്ര ഫോൺ കട്ട് ചെയ്ത് പറയുന്നുണ്ട്. മോളുടെ അമ്മ പറയുന്നതൊന്നും നീ കേൾക്കരുത്. അച്ഛൻ്റെ കളങ്കില്ലാത്ത മനസ്സും സ്നേഹവും നിനക്കറിയാലോ. നീ അച്ഛൻ്റെ കൂടെയാണ് വേണ്ടത്, അച്ഛനെയാണ് നീ സ്നേഹിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഞാൻ രണ്ടാളെയും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മഞ്ജു വരുന്നുണ്ട്. മഞ്ജു, ഇവരെ തമ്മിൽ വീഡിയോ കോൾ ചെയ്താണ് ഇപ്പോൾ അച്ഛനും മോളും എന്നൊക്കെ പറഞ്ഞു. അതെന്തായാലും നന്നായി, ഇതെന്തായാലും നിൻ്റെ അമ്മ അറിയണ്ട കേട്ടോ മോളെ ചിന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ചിന്നുവിനെ പ്രാർത്ഥിക്കാനായിട്ട് മഞ്ജു പറഞ്ഞു വിടുന്നുണ്ട്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, ചേച്ചി എനിക്കിനി ഇതിന് പിന്നാലെ നടക്കാൻ വയ്യ, എന്നെ ഇതിൽ നിന്ന് വിട്ടേക്ക് ചേച്ചി, എത്ര ടെൻഷൻ അടിച്ചിട്ടാണെന്നറിയോ ഇവളെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട്. അതിനുള്ള പ്രത്യുപകാരം ഞാൻ നൽകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. എനിക്കിനി ഒന്നും വേണ്ട ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞ് നീ കേട്ടല്ലോ, നിന്നെ എന്തായാലും അർച്ചനയുടെ മുന്നിൽ ഞാൻ ഇട്ട് കൊടുക്കും. എനിക്ക് അവിടുത്തെ മഹാറാണിയായിട്ട് വാഴുന്നുണ്ടെങ്കിൽ ആ അർച്ചന അവിടെ തോറ്റ് തുന്നം പാടണം, എന്നാലേ നിനക്ക് അവൾക്ക് മേലെ ചവിട്ടി നിൽക്കാൻ പറ്റുള്ളൂ. അത് നിനക്ക് ആഗ്രഹമില്ല എന്നൊക്കെ ചോദിച്ചു. ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെ തീ തീറ്റിക്കൊണ്ട് എനിക്ക് വേണ്ടെന്ന് പറയുന്നുണ്ട്. എങ്കിൽ ഞാൻ അർച്ചനയോട് എല്ലാം ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ അനന്തൻ നിന്നെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കെന്ന് പറയുന്നുണ്ട്. അയ്യോ, അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുതെന്ന് പറയുന്നുണ്ട്. എങ്കിൽ ശരി, നീ ഈ ബ്രേസ്ലെറ്റ് സ്വീകരിക്കുക, ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു എന്ന് പറഞ്ഞ് ആ ബ്രേസ്ലെറ്റ്, സ്വർണ്ണ ബ്രേസ്ലെറ്റ് കൊടുക്കുന്നുണ്ട്. അത് കണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി അത് ഏറ്റുവാങ്ങുന്നുണ്ട് മഞ്ജു. പിന്നീടാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഫോണിൽ വീഡിയോ കണ്ട് രസിക്കുന്നുണ്ട്. അപ്പോൾ എന്താ വീഡിയോ എന്ന് അർച്ചനയ്ക്ക് ഒരുപാട് ആശങ്കയാവുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് അവിടുത്തെ ഹോസ്പിറ്റലിലെ നേഴ്സുമാരും അത് നോക്കുന്നത്. അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് അർച്ചന, ഇത് എന്താ നിങ്ങൾ എന്ത് വീഡിയോ ഈ കാണുന്നത്, എല്ലാവരും അത് കാണുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അതെ, നമ്മുടെ ഈ ഐസിയിൽ കിടക്കുന്നില്ല ഗീതു, അവരുടെ വീഡിയോ ആണ് എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് ഒരുപാട് നെട്ടലോടെ നിൽക്കുന്നുണ്ട്. വീഡിയോയോ എന്നൊക്കെ പറഞ്ഞ് അർച്ചന അത് കാണുന്നുണ്ട്. ഇതെങ്ങനെ പുറത്ത് വന്നു, ഇതാരെങ്ങനെ പുറത്താക്കിയതെന്നൊക്കെ ചോദിച്ച് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് തന്നെയാണ് ആ പീഡനത്തിന് ഇരയാക്കിയ ആ ഒരുത്തൻ ആ വീഡിയോ കണ്ട് ആസ്വദിക്കുന്നുണ്ട്. അത് കണ്ട് അവൻ്റെ അമ്മ വരുന്നുണ്ട്. എടാ, നീ എന്ത് വീഡിയോ ഈ കാണുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അയ്യ അമ്മ, അതൊന്നുമില്ല, പിന്നെ എന്തിനാ നീ അത് ഞാൻ വരുമ്പോൾ മറച്ചു പിടിച്ചത്? എന്തായാലും നീ കണ്ട വീഡിയോ ഈ നാട്ടുകാരെല്ലാവരും കാണുന്നുണ്ട്, ഇത് കുറച്ച് കൂടിപ്പോയി. നിനക്ക് എത്ര തവണ ഞാൻ പറഞ്ഞതാണ് നിന്നോട് ഇങ്ങനെയുള്ള കളികൾക്ക് നീ നിൽക്കരുത്, പോവരുത് എന്ന്. നീ എത്ര കണ്ടാലും കൊണ്ടാലും നീ പഠിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അച്ഛൻ നോക്കിക്കോളും, അമ്മ ഇതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അച്ഛൻ എൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് ആ ചെക്കൻ്റെ അച്ഛനെ കാണിക്കുന്നുണ്ട്. അച്ഛൻ പെട്ടെന്ന് തന്നെ നമ്മുടെ വിജയശങ്കറിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വിജയ്, എനിക്കൊരു സഹായം വേണം, ഒരു കേസാണ്, എൻ്റെ അല്ല എൻ്റെ മകൻ്റെ, ബിസിനസ്സുകാരുമല്ല. കണ്ടല്ലോ താൻ വീഡിയോ, അപ്പോൾ അത് താൻ എന്നെ ഏറ്റെടുക്കണമെന്ന് പറയുന്നുണ്ട്. അതിനെന്താ, ഞാൻ പിന്നെ ഇവിടെ എന്തിനാ കോട്ടും സൂട്ടും ഇട്ടിരിക്കുന്നത്? ഞാൻ നോക്കിക്കോളാം ആ കേസ്, ഞാൻ ഏറ്റെടുത്തോളാം. ഈ വിജയശങ്കർ ഏറ്റെടുത്താൽ അത് ജയിച്ചിട്ടേ ഇരിക്കുകയുള്ളൂ, താങ്കൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട എന്ന് വിജയശങ്കർ വാക്ക് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ വീഡിയോ വൈറലായതോടുകൂടി അർച്ചനയ്ക്ക് ആകെ സമാധാനക്കേടുകൊണ്ട് ആ സി ഐ വിളിച്ച് കാണുന്നുണ്ട്. എന്താ മാഡം ഇതൊക്കെ എങ്ങനെ ആയിപ്പോയത്? ഈ വീഡിയോ എങ്ങനെ പുറത്ത് വന്നത്? നിങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഇതൊക്കെ കൊമ്പത്തുള്ള ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഏത് കൊമ്പത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, അഡ്വക്കേറ്റ് അർച്ചനയാണ് ഈ പറയുന്നത് എന്ന് വെല്ലുവിളിക്കുന്നുണ്ട് ആ സി ഐയെ പോലും.